നമുക്ക് ഡൗട്ടായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സുകളെല്ലാം കാണുക. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Shashi sells 2 articles for 5,000 each with no loss and no profit in the overall transaction. If one article is sold 16/2/3 loss, 16/2/3 നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/6 ആണെന്ന്, അതായത് 1/6 ലോസ് ആണ്. ദെൻ അതർ ഈ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ്, അതായത് ഇവിടെ എന്താ പറയുന്നത്, ശശി എന്താ ചെയ്യുന്നത്, ഒരേ വാല്യൂവിനാണ് വിൽക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അതായത് ഇവൻ്റെ കോസ്റ്റ് പ്രൈസ് ഫസ്റ്റ് കേസിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് 6 ആണെങ്കിൽ അയാൾ 1 രൂപ നഷ്ടത്തിന്, 1/6 ആണ് ലോസ് എന്ന് പറഞ്ഞാൽ 6 ആണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 രൂപ നഷ്ടത്തിന്, അതായത് 5-നാണ് അയാൾ വിൽക്കുന്നത്. ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് ഈ 5,000 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, ഈച്ച് 5,000, അതായത് സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. വേറൊരു കാര്യമുണ്ട്, ഇവിടെ എന്തല്ല, പ്രോഫിറ്റും ലോസും സെയിം ആണ്, നോ പ്രോസ് ആൻഡ് നോ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഇത് 5 ആണെങ്കിൽ ഇത് 5 തന്നെ വിൽക്കണം, ഇത് 5,000 ആണെങ്കിൽ 5,000 തന്നെ അടിക്കണം, 5 ആണെങ്കിൽ 5 തന്നെയാണ്. ഓക്കെ, 5 ആണെങ്കിൽ 5 തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഇവിടെ എത്ര ലോസ് ഉണ്ടാകുന്നു, ഇവിടെ ഇപ്പോൾ 1 രൂപയാണ് ലോസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 1 യൂണിറ്റാണ് ലോസ് ഉണ്ടാകുന്നത്, അത്രയും തന്നെ ലാഭം ഇവിടെ ഉണ്ടാവണം, സെക്കൻഡ് കേസിൽ ഉണ്ടാവണം. കാര്യം 1 രൂപയുടെ നഷ്ടം ഉണ്ടെങ്കിൽ മറ്റേ സ്ഥലത്ത് 1 രൂപ ലാഭം ആയാലും എന്ത് വരത്തുള്ളൂ, ഓവറോൾ എന്ത് വരത്തുള്ളൂ, 0 ലോസ് ഓർ പ്രോഫിറ്റ് വരത്തുള്ളൂ. അതായത് ഇവിടെ എങ്ങനെ പോയാലും ഇവിടെ 4 യൂണിറ്റ് വന്നേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 1 രൂപ ലാഭം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ കേസിൽ 6ന്റെ സാധനം 5-ന് വിൽക്കുകയാണെങ്കിൽ ഇവിടെ 4ന്റെ സാധനം 5-നാണ് വിൽക്കേണ്ടത്, എങ്കിൽ മാത്രമേ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടാമത്തെ കേസിൽ ചോദിച്ചെന്താ, അതെന്താ അതർ ഈ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒറിജിനൽ വാല്യൂൻ്റെ ആവശ്യമില്ല, ഈ 5,000-ൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇത് 5 ആവണമെന്നേ ഉള്ളൂ, സെയിം ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് എഴുതി. അപ്പോൾ ഇവിടുത്തെ 4ന്റെ സാധനം 5-ന് വിൽക്കണമെന്ന് പറഞ്ഞാൽ 1 ലാഭം, എത്രയില്ല 4, 1/4 ലാഭം എന്ന് പറഞ്ഞാൽ 25% ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 4-1 100 എത്ര, 4 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 100 കോസ്റ്റ് പ്രൈസ് ആകുമ്പോൾ എത്ര കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് 6 ആണെങ്കിൽ 5 കാണുമ്പോൾ തന്നെ ലോസ് ആണെങ്കിൽ 6-ന്റെ 5 പോകണം, 5 അവിടെ തന്നെ നിൽക്കണം, 4 വേണം, 4-ൽ 5 പോകണമെങ്കിൽ 1/4 25% പ്രോഫിറ്റ് ആണ്. നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ എവിടെയും കിട്ടത്തില്ല. ഇനി ഏത് ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ 11 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഇതുപോലെ തരാൻ വേണ്ടിയാണ്. ഒരു ചാനലിലും തരാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ ഞാൻ തന്നിരിക്കും. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, തരുമ്പോൾ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് തരത്തുള്ളൂ. അർജുന ബാച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഏകലവ്യ ബാച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് കാണുക, പഠിക്കുക, ഇടുന്ന ക്ലാസ്സുകളെല്ലാം അപ്പം തന്നെ കണ്ട് പോകാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.